മലബാറിലെ വ്യായാമ കൂട്ടായ്മയായ MEC7-നെതിരായ ആരോപണത്തിൽ മലക്കം മറിഞ്ഞ് CPM. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനാണ് രംഗത്ത് വന്നത്. MEC7-നെതിരെ അല്ല തളിപ്പറമ്പിൽ പറഞ്ഞതെന്നും പൊതു ഇടങ്ങളിൽ വർഗീയ ശക്തികൾ നുഴഞ്ഞു കയറുന്നതിനെതിരായ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആരോപണത്തിനെതിരെ പാർട്ടിക്കുള്ളിലും മുന്നണിയിലും എതിർപ്പ് ഉയർന്നതോടെയാണ് മോഹനൻ നിലപാടിൽ നിന്നും പിന്നോട്ടു പോയത്. നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിൽപ്പെട്ടവരാണ് MEC7 നേതൃത്വം നൽകുന്നതെന്നും ഇവർക്ക് പിന്തുണ നൽകുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെന്നുമായിരുന്നു CPM ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ ആരോപണം. എന്നാൽ പാർട്ടിക്കുള്ളിൽ നിന്നും മുന്നണിക്കുള്ളിൽ നിന്നും എതിർപ്പുയർന്നതോടെയാണ് പി മോഹനൻ നിലപാടിൽ നിന്നും പിന്നോട്ടു പോയത്. രാഷ്ട്രീയ മതചിന്തകൾക്ക് അതീതമായ പൊതു ഇടമാണ് MEC7 എന്നും ഇത്തരത്തിലുള്ള പൊതു ഇടങ്ങളിൽ വർഗീയ ശക്തികൾ നുഴഞ്ഞുകയറുന്നതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നാണ് പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി, RSS തുടങ്ങിയ സംഘടനകളാണ് നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നതെന്നും മോഹനൻ പറഞ്ഞു. MEC7-നെ സംബന്ധിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, CPM ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഒരു പൊതുവേദിയാണ്. അതുപോലുള്ള പൊതുവേദികളിലും പൊതു ഇടങ്ങളിലും സമീപകാലത്ത് അപൂർവം ചിലയിടത്ത് ജമാഅത്തെ ഇസ്ലാമി, SDPI, സംഘപരിവാർ അത്തരം ശക്തികൾ ഇത്തരം വേദികളിൽ നുഴഞ്ഞു കയറി എന്നിട്ട് ഇതിനെ ഹൈജാക്ക് ചെയ്ത് അവരുടെ വർഗീയ മതരാഷ്ട്രവാദ പ്രചരണത്തിന് മറയായി ഉപയോഗിക്കാൻ ഉള്ള അത്തരം പരിശ്രമങ്ങൾക്കെതിരായി പൊതുസമൂഹം ജാഗ്രത പുലർത്തണം. ഇതാണ് നമ്മുടെ പോയിന്റ്. അല്ലാതെ MEC7-നെ സംബന്ധിച്ചൊന്നും ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചിട്ടില്ലല്ലോ. പി മോഹനന്റെ ആരോപണത്തെ തള്ളി അഹമ്മദ് ദേവർകോവിൽ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. കൂട്ടായ്മയ്ക്ക് പിന്നിൽ ദുരുദ്ദേശമുണ്ടെന്ന് തോന്നിയിട്ടില്ലെന്നായിരുന്നു അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞത്. അതേസമയം പി മോഹനന്റെ നിലപാടിനെ BJP ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ഇതിന്റെയെല്ലാം അപകടം മനസ്സിലാക്കിയാണ് പി മോഹനൻ നിലപാട് മയപ്പെടുത്തിയത്. അമൃത ന്യൂസ്, കോഴിക്കോട്.